വൈദ്യത്തിന്റെ നൈതികതയെ ചേർത്തുപിടിച്ച വൈദ്യനായിരുന്നു പത്മശ്രീ ഡോക്ടർ പി.കെ. വാര്യരെന്ന് ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് അഭിപ്രായപ്പെട്ടു. മലപ്പുറം കോട്ടക്കലിൽ ഡോക്ടർ പി.കെ. വാര്യർ ഓർമ്മദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആര്യവൈദ്യശാലയുടെ തയ്യാറാക്കിയ മായാത്ത ഓർമ്മകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും കളക്ടർ നിർവഹിച്ചു. ആയുർവേദത്തിലെ ഗവേഷണത്തിനു വേണ്ടി സമർപ്പിതമായ ജീവിതമായിരുന്നു പി.കെ. വാര്യരുടേതെന്ന് കളക്ടർ വി.ആർ. വിനോദ് അഭിപ്രായപ്പെട്ടു. ജീവിതശൈലി ഒരു രോഗമായി കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് പി.കെ. വാര്യർ നൽകിയ സംഭാവനകൾ ഏറെ പ്രസക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. പി.കെ. വാര്യരെ കുറിച്ച് ആര്യവൈദ്യശാല തയ്യാറാക്കിയ മായാത്ത ഓർമ്മകൾ പുസ്തകത്തിന്റെ പ്രകാശനവും കളക്ടർ നിർവഹിച്ചു. വാര്യരുടെ പി.കെ. വാര്യരുടെ മകൾ സുഭദ്ര രാമചന്ദ്രൻ ആദ്യപ്രതി ഏറ്റുവാങ്ങി. സ്ഥാപനത്തിൻ്റെ തലവനെന്ന നിലയിലും അതുപോലെ തന്നെ ശാസ്ത്ര പഠനങ്ങളിൽ സജീവമായി ഏർപ്പെട്ടിരുന്ന വ്യക്തിയെന്ന നിലയിലും നിരവധി അന്താരാഷ്ട്ര സമിതികളിൽ ഉന്നത സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ആയുർവേദത്തിന് ജനകീയമാക്കുന്നതിനും എല്ലാത്തരം രോഗപ്രശ്നങ്ങളുമായി ബുദ്ധിമുട്ടുന്നവരിലേക്കും വേദന അനുഭവിക്കുന്നവരിലേക്കും എത്തിച്ചേരാനുള്ള തൻ്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെയധികം വിജയിച്ച ഒരു മഹാനായ ഭിഷഗ്വരനായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റിയും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ പി.എം. വാര്യർ അധ്യക്ഷത വഹിച്ചു. നിരൂപകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ പി.കെ. രാജശേഖരനാണ് മുഖ്യപ്രഭാഷണം നടത്തിയത്. പി.കെ. വാര്യരുടെ ആത്മകഥയായ സ്മൃതിപർവം ജാതിയും ജാതിശുദ്ധിയും ഐത്തവും നിലനിന്നിരുന്ന ഒരു ലോകത്തു നിന്നും ശുദ്ധവായുവും മനുഷ്യസ്നേഹവും നിറഞ്ഞ ലോകത്തേക്കുള്ള മലയാളിയുടെ കടന്നുകയറ്റമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ. ഹരികുമാർ, അഡീഷണൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കെ. ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ ടൈംസ്, കോട്ടക്കൽ.